Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. സെറ്റ്സില് സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, പവർ സെറ്റ്സ്, യൂണിവേഴ്സൽ സെറ്റ്സ് ഈ 4 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങാം. Subsets. A set A is said to be a subset of set B if every element of A is also an element of B. അതായത് സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. നമ്മളിതാ ഇങ്ങനെയാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതുന്നത്. എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഈ സിമ്പിളിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഈ സിമ്പിളിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈസ് എ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ, അതാണ് ആ സിമ്പിളിന്റെ മീനിങ്. ഇനി നമ്മൾ എങ്ങനെ വായിക്കണം എന്നറിയോ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വായിക്കാം, അല്ലെങ്കിൽ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി, അതായത് എ ബിയിൽ ഉണ്ട്. ഇനി എക്സാമ്പിൾസ് നോക്കാം. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് എയിലെ എലിമെന്റ്സ് ആരൊക്കെയാണ്? 2, 4, 5. സെറ്റ് ബിയിലെ എലിമെന്റ്സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സെറ്റ് എയിലെ 2 സെറ്റ് ബിയിലുണ്ട്. അതായത് 2 എന്ന് പറയുന്നത് എയിലെ എലിമെന്റ് ആണ്, അതുപോലെ 2 എന്ന് പറയുന്നത് ബിയിലെയും എലിമെന്റ് ആണ്. ഇനി 4 എയിലും ഉണ്ട്, 4 ബിയിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 4 element of A, 4 element of B. ഇനി 5 എയിലും ഉണ്ട്, അതുപോലെ തന്നെ ബിയിലും ഉണ്ട്. നമുക്ക് എന്ത് പറയാം? 5 element of A, 5 element of B. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. Every element of A is an element of B. So A is a subset of B. Example 2 നോക്കാം. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് എ നോക്കാം. സെറ്റ് എയിൽ എ ഉണ്ട്, സെറ്റ് ബിയിലും എ ഉണ്ട്. അതായത് എ എലിമെന്റ് ഓഫ് എ എലിമെന്റ് ഓഫ് ബി. സെറ്റ് എയിൽ ഇ ഉണ്ട്, സെറ്റ് ബിയിലും ഇ ഉണ്ട്. അതായത് ഇ എലിമെന്റ് ഓഫ് എ, ഇ എലിമെന്റ് ഓഫ് ബി. നോക്കിക്കേ, സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. എവറി എലമെന്റ് ഓഫ് എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എക്സാമ്പിൾ 3 നോക്കാം. സെറ്റ് എക്സും സെറ്റ് വൈയും തന്നിട്ടുണ്ട്. ഈസ് എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെറ്റ് എക്സിലും 3 ഉണ്ട്, സെറ്റ് വൈയിലും 3 ഉണ്ട്. അതായത് 3 എലിമെന്റ് ഓഫ് എക്സ്, 3 എലിമെന്റ് ഓഫ് വൈ. സെറ്റ് എക്സിൽ 4 ഉണ്ട്, സെറ്റ് വൈയിലും 4 ഉണ്ട്. 4 എലിമെന്റ് ഓഫ് എക്സ്, 4 എലിമെന്റ് ഓഫ് വൈ. ഇനി സെറ്റ് എക്സിൽ 7 ഉണ്ട്, പക്ഷെ സെറ്റ് വൈയില് 7 ഇല്ല. അതായത് 7 എലിമെന്റ് ഓഫ് എക്സ്, പക്ഷേ 7 നോട്ട് ആൻ എലിമെന്റ് ഓഫ് വൈ. സെറ്റ് എക്സിലെ എല്ലാ എലിമെന്റും സെറ്റ് വൈയിൽ ഇല്ലല്ലോ. 7 എന്ന് പറഞ്ഞ എലിമെന്റ് വൈയിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ. എക്സ് വൈയുടെ സബ്സെറ്റ് അല്ല. അതെങ്ങനെയാ എഴുതുന്നത്? ഇതുപോലെ, എക്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ. എക്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ. നമുക്കിനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. A is a subset of B and B is a subset of A if and only if A is equal to B. അതായത് സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്, സെറ്റ് ബി സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. എപ്പോഴാണ്? സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ ആകുമ്പോൾ മാത്രം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ഈക്വൽ ടു 1, 2, 3. സെറ്റ് ബി ഈക്വൽ ടു 3, 1, 2. നോക്കിക്കേ, സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിലില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി സെറ്റ് ബിയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് എയിലില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം.
ഇനി നോക്കിക്കേ എയും ബിയും തമ്മിൽ ഈക്വൽ അല്ലേ? എയിലെ എലിമെന്റ്സ് തന്നെയല്ലേ ബിയിലും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി. സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. സെറ്റ് ബി സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ ആണ്. Every set A is a subset to itself. A is a subset of A. Set A set A യുടെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. Empty set is a subset of every set. Empty set എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. Proper subsets. Definition നോക്കാം. Let A and B are two sets. If A is a subset of B and A not equal to B, then A is called a proper subset of B and B is called superset of A. നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും. എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്. അതുപോലെ എ ബിക്ക് ഈക്വലുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറഞ്ഞാൽ ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റും ആണ്, ബി എന്ന് പറഞ്ഞാൽ എയുടെ സൂപ്പർ സെറ്റുമാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു സെറ്റ് എ കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു 4, 5, 6. ഇനി സെറ്റ് ബി നോക്കാം. 4, 5, 6, 7, 8. നോക്കിക്കേ, സെറ്റ് എയിലെ എല്ലാ എലിമെന്റ്സും സെറ്റ് ബിയിലില്ലേ? അതുകൊണ്ട് നമുക്ക് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാം. അതുപോലെ എയും ബിയും ഈക്വൽ അല്ലല്ലോ, എ നോട്ട് ഈക്വൽ ടു ബി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അതുപോലെ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ബി ഈസ് എ സൂപ്പർ set of A. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ സെറ്റ് എ, n of A equal to m, then number of subsets of set A is 2 raised to m. അതായത് നമ്മുടെ സെറ്റ് എയില് m എലിമെന്റ്സ് ഉണ്ടെങ്കിൽ സെറ്റ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും എന്നറിയാമോ? 2 raised to m സബ്സെറ്റ്സ് ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എയില് 2 എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to m equal to 2 square equal to 4. ഇനി സെറ്റ് എയില് 3 എലിമെന്റ്സ് ഉണ്ട്. സെറ്റ് എയിൽ 3 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ സെറ്റ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to m equal to 2 cube equal to 8. ഇനി സെറ്റ് എയിൽ 4 എലിമെന്റ്സ് ഉണ്ടെങ്കിലോ? n of A equal to m equal to 4. എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to m equal to 2 raised to 4 equal to 2 raised to 4 എന്താണ്? 16. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. m എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റില് 2 raised to m സബ്സെറ്റ്സ് ഉണ്ടാവും. Write the subsets of the following set. First question, set A equal to 1, 2. ആദ്യം സെറ്റ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. സെറ്റ് എയിൽ എത്ര എലിമെന്റ് ഉണ്ട്? n of A equal to m equal to 2. ഇനി എത്ര സബ്സെറ്റ് ഉണ്ട്? 2 raised to m equal to 2 square equal to 4. സെറ്റ് എക്ക് 4 സബ്സെറ്റ്സ് ഉണ്ട്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഇനി സെറ്റ് എയുടെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 1, സെറ്റ് 2. നമുക്ക് 4 സബ്സെറ്റ്സ് അല്ലേ കിട്ടിയത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെറ്റ്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രേസസിനകത്ത് തന്നെ വേണം എഴുതാൻ. എന്നാലേ അതിനെ നമുക്കൊരു സെറ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഇനി സെറ്റ് ബി. സെറ്റ് ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് ബി ഈക്വൽ ടു 3. ഇനി സെറ്റ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 raised to 3 equal to 8. ഇനി സെറ്റ് ബിയുടെ സബ്സെറ്റ് എഴുതാം. നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് ബിയുടെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. ഇനി സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 6, സെറ്റ് 4, 5, സെറ്റ് 5, 6 and set 4, 6.
നോക്കിക്കേ, നമുക്ക് 8 സബ്സെറ്റ് കിട്ടിയില്ലേ? Singleton set. If a set A has only one element, it is called singleton set. അതായത് സെറ്റ് എയിൽ ഒരേ ഒരു എലിമെന്റേ ഉള്ളെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെറ്റ് 4, സെറ്റ് 5 എന്നൊക്കെ എഴുതിയാൽ അത് സിംഗിൾട്ടൺ സെറ്റ് ആണ്. പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്ന് നോക്കാം. The set of all subsets of set A is called the power set of A. It is denoted by P of A. In P of A, every element is a set. അതായത് സെറ്റ് എയുടെ സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. പി ഓഫ് എ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പി ഓഫ് എയിലെ എലമെന്റ്സ് ആരാണ്? സെറ്റുകൾ തന്നെയാണ് പി ഓഫ് എയിലെ എലമെന്റ്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് എ ഈക്വൽ ടു 4, 5. സെറ്റ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? n ഓഫ് എ ഈക്വൽ ടു m ഈക്വൽ ടു 2. ഇനി സെറ്റ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 റേസ് ടു m ഈക്വൽ ടു 2 റേസ് ടു 2 ഈക്വൽ ടു 4. ഇനി നമുക്ക് സെറ്റ് എയുടെ സബ്സെറ്റ്സ് എഴുതാം. നൾ സെറ്റ്, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 4, 5. ഇനി നമുക്ക് സെറ്റ് എയുടെ പവർ സെറ്റ് എഴുതാം. സെറ്റ് എയുടെ പവർ സെറ്റിലെ എലിമെന്റ്സ് ആര് തന്നെയാണ്? സെറ്റ് എയുടെ സബ്സെറ്റ്സ് ആണ്. അതായത് പി ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് നൾ സെറ്റ്, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 4, 5. അതായത് സെറ്റ് എയുടെ സബ്സെറ്റുകളുടെ സെറ്റാണ് പി ഓഫ് എ. പി ഓഫ് എയിലെ ഓരോ എലമെന്റും ആരാണ്? ഒരു സെറ്റാണ്. നൾ സെറ്റ് ഒരു സെറ്റാണ്, സെറ്റ് 4 ഒരു സെറ്റാണ്, സെറ്റ് 5 ഒരു സെറ്റാണ്, സെറ്റ് 4, 5 ഒരു സെറ്റാണ്. If number of elements in a set A, n of A equal to m, then number of elements in power set P of A is n of P of A equal to 2 raised to m. ഒരു സെറ്റ് A ഉണ്ട്. സെറ്റ് എയിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ m ആണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് എയിലെ പവർ സെറ്റിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? 2 റേസ് ടു m ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എയിൽ നമുക്ക് 2 എലിമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സെറ്റ് എയുടെ പവർ സെറ്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? n of p of a equal to 2 raised to m, that is 2 raised to 2 equal to 4. ഇനി മറ്റൊരു സെറ്റ് എയിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് എയിലെ പവർ സെറ്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? n of p of a equal to 2 raised to m, that is 2 raised to 3 equal to 8. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു സെറ്റ് എ തന്നിട്ടുണ്ട്. a equal to 4, 5. ഈ a equal to 4, 5 എത്ര എലിമെന്റ്സ് ഉണ്ട്? n of a equal to 2 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2 raised to m, that is 2 square equal to 4. നമുക്ക് നോക്കാം എന്താണ് സെറ്റ് a equal to 4, 5ന്റെ പവർ സെറ്റ്. p of a equal to എന്താ വരിക? സെറ്റ് ഓഫ് സബ്സെറ്റ് ആണ്. നൾ സെറ്റ്, സെറ്റ് 4, സെറ്റ് 5, സെറ്റ് 4, 5. പവർ സെറ്റ് ഓഫ് എയിൽ എത്ര എലിമെന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്? 1, 2, 3, 4. 4 എലിമെന്റ്സ് തന്നെ കിട്ടിയില്ലേ? അതായത് n of p of a equal to 4. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. a equal to 1, 2, 3. ഇനി നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ a, n of a equal to m equal to 3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് a എന്താണ്? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് a equal to 2 raised to m, that is 2 raised to 3 equal to 8. ഇനി നമുക്ക് എയുടെ പവർ സെറ്റ് ഒന്ന് എഴുതി നോക്കാം. പവർ സെറ്റ് ഓഫ് a എന്താണ് വരുന്നത്? നൾ സെറ്റ്, സെറ്റ് 1, set 2, set 3, set 1, 2, set 2, 3, set 1, 3, set 1, 2, 3.
നോക്കിക്കേ എത്ര പേര് വരും? 1 2 3 4 5 6 7 8. അതായത് പവർ സെറ്റ് ഓഫ് എയിൽ നമുക്ക് എത്ര എലിമെന്റ്സ് തന്നെ കിട്ടി? 8 എലിമെന്റ്സ് തന്നെ കിട്ടി. യൂണിവേഴ്സൽ സെറ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് എ ബി സി ഡി യു അങ്ങനെ 5 സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് എയിലെ എലിമെന്റ്സ് 1 2 3 ആണ്. ആ 1 2 3 സെറ്റ് യുയിലും ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A is a subset of U എന്ന് പറയാം. ഇനി സെറ്റ് ബി നോക്കിക്കേ 2 5. സെറ്റ് യുയിലും ആ 2 5 ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് ബി എന്ന് പറയുന്നതും യുവിന്റെ സബ്സെറ്റ് ആണ്. ഇനി ഈ സെറ്റ് സി നോക്കിക്കേ 3 5 6 7. സെറ്റ് സിയും യുയിൽ ഉണ്ടല്ലോ. 3 5 6 7 ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് സി എന്ന് പറഞ്ഞാലും യുവിന്റെ സബ്സെറ്റ് ആണ്. സെറ്റ് ഡിയിൽ ആരൊക്കെയാണുള്ളത്? 8 9 10. സെറ്റ് യുയിലും 8 9 10 ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് ഡി എന്ന് പറഞ്ഞാലും യുവിന്റെ സബ്സെറ്റ് ആണ്. അതായത് യു എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് ആണ് എയും ബിയും സിയും ഡിയും. ഇവിടെ യു ആണ് ഏറ്റവും വലിയ സെറ്റ്. ആ യു എന്ന് പറയുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ആ യൂണിവേഴ്സൽ സെറ്റ് ആണ് ബേസിക് സെറ്റ്. ആ ബേസിക് സെറ്റിന്റെ അകത്ത് വരുന്നതാണ് ബാക്കി എല്ലാ സെറ്റുകളും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ബേസിക് സെറ്റിലെ സെറ്റുകളാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. അതായത് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ്സ് ആയിട്ടാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും വരുന്നത്. എക്സാമ്പിൾ 3. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ബേസിക് സെറ്റിന്റെ സബ്സെറ്റ് ആണ് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സും സെറ്റ് ഓഫ് ഈവൻ പോസിറ്റീവ് ഇന്റിജേഴ്സും. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് പ്രൈം നമ്പേഴ്സും പോസിറ്റീവ് ഈവൻ നമ്പേഴ്സും. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.